വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിലെ പൃഥ്വിരാജിന്റെ വീട്ടിലും റെയ്ഡുകൾ തുടരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ 3 താരങ്ങളുടെ, അതായത് ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും പൃഥ്വിരാജ്, ദുൽഖർ, ഈ 3 പേരുടെയും വീടുകളിൽ, കൊച്ചിയിലെ വീടുകളിലാണ് പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല മറ്റ് 14 ഇടങ്ങളിൽ, അങ്ങനെ മൊത്തത്തിൽ 17 ഇടങ്ങളിൽ പരിശോധനകൾ തുടരുകയാണെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ചുള്ള റെയ്ഡുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നേരത്തെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. അതിന്റെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ വിപുലമായ പരിശോധന കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത്. ഈ റെയ്ഡ് കഴിഞ്ഞാൽ നോട്ടീസ് നൽകാനുള്ള നീക്കം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ, ഈ താരങ്ങൾക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും ഇതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റെയ്ഡുകൾക്ക് ശേഷം ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ECIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും ഇവർക്ക് സമൻസ് നൽകാനുള്ള നീക്കവും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഒപ്പം തന്നെ കാർ ഡീലർമാരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കോയമ്പത്തൂർ സംഘത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കസ്റ്റംസ് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിരുന്നതാണ് നേരത്തെ. അതായത് ഈ ഭൂട്ടാനിൽ നിന്നുള്ള നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്തിന് പിന്നിൽ വലിയ ഒരു സംഘം പ്രവർത്തിക്കുന്നു. അത് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള സംഘമാണ്. ആ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള 3 പേർ, അതായത് 3 പേരാണ് ആ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ആ 3 പേരെ നേരത്തെ കസ്റ്റംസ് വരുന്ന വിവരമനുസരിച്ച് കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ 17 ഇടങ്ങളിലെ പരിശോധന ഇപ്പോൾ 2ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നംഘൂറിൽ ഇ ഡി കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അലി അക്ബർ ഷാ കൂടിയുണ്ട്. അലി, മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലെയും റെയ്ഡ് ഇപ്പോൾ 2 മണിക്കൂർ